കുട്ടികളെ നമ്മൾ എങ്ങനെ ആക്ഷൻ വെർബുകൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ആക്ഷൻ ചെയ്യുക, ഒപ്പം തന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ത്രോ എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടികളെ കൊണ്ട് അതേപോലെ ആക്ഷൻ ചെയ്യിപ്പിക്കുക. നമ്മൾ വീണ്ടും പല പ്രാവശ്യം പറയുക ത്രോ ത്രോ എന്നിങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. ഇത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ്. കുട്ടികൾ വളരെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ കുട്ടികളായതുകൊണ്ട് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് മെത്തേഡ് വളരെ ഉപകാരപ്പെടും. അതേപോലെ സ്മെൽ സ്മെൽ എന്നിങ്ങനെ പറയിപ്പിക്കുക. വീണ്ടും ഇങ്ങനെ സ്മെൽ എന്നിങ്ങനെ ആക്ഷൻ റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുക. അതേപോലെ കാലുകൊണ്ട് കിക്ക് ചെയ്തിട്ട് കിക്ക് കിക്ക് എന്നിങ്ങനെ പറയിപ്പിക്കുക. അതുപോലെ എഴുതുന്ന ആക്ഷൻ കാണിച്ചിട്ട് റൈറ്റ് റൈറ്റ്. ഓരോ ഭാഗം ഒരു 20-21 ടൈംസ് എങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കണം അധ്യാപകൻ എന്ന രീതിയിൽ. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഓരോ ആക്ഷനും പറയിപ്പിക്കുക എന്നുള്ളതാണ്. മാക്സിമം കൈ കൊണ്ട് ചെയ്യാവുന്നത് റൈറ്റ്, ഈറ്റ്, ലിസൺ ആൻഡ് ഈറ്റ്. ഇതുപോലെ കുറേ വാക്കുകൾ ഒരേ ശരീരഭാഗം കൊണ്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ വാക്കുകളും നിങ്ങൾ പറയിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു ആക്ഷനിലേക്ക് വരുന്നു. ഓക്കെ, ഐ ക്യാൻ ത്രോ എ ബോൾ വിത്ത് മൈ ഹാൻഡ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് പറയാം വിത്ത് മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട്. അപ്പോൾ മൂക്ക് കൊണ്ട് എന്ന് എങ്ങനെ പറയാം? വിത്ത് മൈ നോസ്. പല കുട്ടികളും പറയും. ചെവി കൊണ്ട് എങ്ങനെ പറയാം? വിത്ത് മൈ ഇയർ. വായ കൊണ്ട് എന്ന് എങ്ങനെ പറയാം? വിത്ത് മൈ മൗത്ത്. ഓക്കെ, അങ്ങനെ അർത്ഥം വെച്ച് പറയും. ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എന്നർത്ഥം. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഐ ക്യാൻ ത്രോ എ ബോൾ വിത്ത് മൈ ഹാൻഡ്. ഐ ക്യാൻ കിക്ക് എ ഫുട്ബോൾ വിത്ത് മൈ ലെഗ്. ഐ ക്യാൻ സ്മെൽ എ ഫ്ലവർ വിത്ത് മൈ നോസ്. എന്നിങ്ങനെ ഒരേ ഭാഗം പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ മാത്രം ചെയ്യുക ഇതുപോലെ. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ കാണിക്കാതെ പറയുക ഐ ക്യാൻ ത്രോ എ ബോൾ വിത്ത് മൈ ഹാൻഡ്. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അങ്ങനെ കുട്ടികൾക്ക് അത് കൃത്യമായി മനസ്സിലാകുന്നത് വരെ അത് പറയിപ്പിക്കുന്നത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് മെത്തേഡാണ്. അതുകൊണ്ട് കുട്ടികൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഒരു സ്ഥലത്തിരുത്തി നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വളരെ ബെറ്റർ ആയിരിക്കും. അവർ കളിക്കാൻ വളരെ താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതുകൊണ്ട് കുട്ടികൾക്ക് ഐ ക്യാൻ വെച്ചിട്ടൊരു പൂർണ്ണമായ സെന്റൻസ് എഴുത്തും വായനയും പഠിക്കുന്നതിന് മുമ്പ് തന്നെ പറയാൻ കഴിയുമെന്നുള്ളതാണ് ഈ ലളിതമായ ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് അതിനെ ഒരു പാട്ട് രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. ഉദാഹരണത്തിന് ഐ ക്യാൻ സ്മെൽ എ ഫ്ലവർ വിത്ത് മൈ നോസ്, ഐ ക്യാൻ കിക്ക് എ ബോൾ വിത്ത് മൈ ലെഗ്. അതേ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് കൈയടിച്ചിട്ട് പറയിപ്പിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു 30-35 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ്സിലെ ഒരു 20 സ്റ്റുഡൻസ് വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ കൊണ്ടും പൂർണ്ണമായൊരു സെന്റൻസ് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പറയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത.